പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് ഹിജ്റ 3-ാം വർഷം നടന്നായിരിക്കുന്ന യുദ്ധമായതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഉഹദ് യുദ്ധം എന്ന് പറയാനായിരിക്കുന്ന കാരണം. യുദ്ധ ചരിത്രം വളരെ വിശാലമാണ്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും സമയങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ സമയം കിട്ടുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ഉഹദ് യുദ്ധം നടന്നായിരിക്കുന്ന സ്ഥലങ്ങൾ കാണുകയും ഇവിടെ വെച്ച് നമ്മൾ അവർക്ക് വേണ്ടി അവിടെ സിയാറത്ത് ചെയ്യുകയും ചെയ്യുക. ഉഹദ് താഴ്വരയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയ പർവ്വതമാണ് ഇപ്പോൾ നമ്മുടെ ഇടതുഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ജബലുർ റമാത്ത് എന്ന് പറഞ്ഞായിരിക്കുന്ന പർവ്വതം. ചെറിയ കുന്നാണ് ഇപ്പോൾ നമ്മുടെ ഇടതുഭാഗത്ത് ആളുകൾ കയറി നിൽക്കുന്ന ചെറിയ കുന്ന് കാണാം. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിദഗ്ധരാകുന്ന 50ഓളം അമ്പെയ്ത്തുകാരെ വിന്യസിപ്പിച്ചതായിരിക്കുന്ന പർവ്വതമായതുകൊണ്ടാണ് ഈ പർവ്വതത്തിന് ജബലുർ റമാത്ത് എന്ന് പറയാനായിരിക്കുന്ന കാരണം. ഇവിടെ മഹദി ആയിഷ ബീവിയുടെ പേരിൽ ഒരു പള്ളിയും അതേപോലെ തന്നെ 70ഓളം സ്വഹാബികളുടെ രക്തസാക്ഷികളാകുന്ന സ്വഹാബികളുടെ മഖ്ബറയും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ വാഹനം ഇവിടെ നിർത്തി അവിടെ പോയി നമുക്ക് സിയാറത്ത് ചെയ്ത് തിരിച്ചു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളാകുന്ന അസ്ഹാബുൽ ഹദീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മയും നമ്മുടെ ബന്ധുക്കളെയും രണ്ട് ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കൂട്ടമായി ഇറങ്ങി അവിടെ ചെന്ന് അവർക്ക് സലാം പറഞ്ഞ് ദുആ ചെയ്ത് തിരിച്ചു വരാവുന്നതാണ്. എല്ലാവരും ഇവിടെ ഇറങ്ങുക.